ഹലോ, നമ്മൾ കുറച്ച് ദിവസങ്ങളായിട്ട് 1 വീക്കായിട്ട് നമ്മളൊരു ട്രേഡിങ്ങും ഇല്ല, ഒന്നുമില്ല. അപ്പോൾ കുറച്ച് ബ്രേക്ക് എടുത്തായിരുന്നു. കുറച്ച് തിരക്കുകളും കാര്യങ്ങളും കാരണം നമ്മൾ എൻട്രി ഒന്നും നേരെ കൊണ്ട് എടുക്കാനും കാര്യങ്ങളൊന്നും പറ്റിയിട്ടില്ല. അപ്പോൾ 1 വീക്കായിട്ട് നോ എൻട്രി ആയിരുന്നു. പക്ഷെ ഇന്നൊരു നിഫ്റ്റിയിൽ ഒരു എൻട്രി ഓപ്പർച്യൂണിറ്റി കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാനത് മാർക്കും ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ നമുക്കത് എടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഒരു റിയൽ ട്രേഡും ഇല്ല, പേപ്പർ ട്രേഡ് നമുക്ക് യൂട്യൂബിലിടാനായിട്ട് ഒരു ട്രേഡും ഞാൻ എടുത്തിട്ടില്ല 1 വീക്കായിട്ട്. അപ്പോൾ ഇന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയപ്പോൾ നമുക്കൊരു എൻട്രി കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് മാർക്ക് ചെയ്ത് അതെങ്കിലും എടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനിടയിൽ വേറെ കുറച്ച് കാര്യങ്ങളായിട്ട് കുറച്ച് ബിസി ആയിപ്പോയി. അപ്പോൾ ലാസ്റ്റ് ട്രേഡ് എടുത്തത് നമുക്ക് നോക്കുമ്പോൾ ഇവിടെ കാണുന്നത് 21 ഡിസംബറിലാണ് ഞാൻ ലാസ്റ്റ് ട്രേഡ് എടുത്തിരിക്കുന്നത്. അപ്പോൾ 1 വീക്കായിട്ട് ഒരു 7 ദിവസമായിട്ട് നമുക്ക് ഒരു ട്രേഡും ഇല്ല, ഒന്നുമില്ല. അപ്പോൾ കുറച്ച് കാര്യങ്ങളിൽ ബിസി ആയിരുന്നു. അപ്പോൾ ഇന്നത്തെ നല്ലൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് എനിക്കത് ട്രേഡാക്കി മാറ്റാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ നിഫ്റ്റിയിൽ ഇന്ന് എക്സ്പയറി വേറെ ആയതുകൊണ്ട് നല്ലൊരു മൂവ്മെൻറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ബാങ്ക് നിഫ്റ്റി കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. ഇന്ന് ആൾക്കൂടെ നിഫ്റ്റി നോക്കി. നിഫ്റ്റിയിൽ എൻട്രി ഉണ്ടായിരുന്നു, അത് എടുക്കാൻ സാധിച്ചില്ല, മിസ്സായിപ്പോയി. അപ്പോൾ എന്തായാലും ഈ വീക്കിൽ ഒരു ട്രേഡും ഇല്ലാതെ ഒരു സുഖം ഉണ്ടായിരുന്നില്ല. കുറച്ച് തിരക്ക് ആയ കാരണം നമുക്ക് ട്രേഡിങ്ങിലേക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമുക്ക് നാളെ മുതൽ ഒന്ന് മാക്സിമം ട്രേഡിങ്ങിലേക്ക് ഇരിക്കാനാണ് നോക്കുന്നത്. അപ്പോൾ നമ്മുടെ മൈൻഡ് സെറ്റാണ് മെയിനായിട്ടുള്ള ഒരു വിഷയം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ മൈൻഡ് സെറ്റ് എത്രത്തോളം പെർഫെക്റ്റാണോ അത്രത്തോളം നമുക്ക് പ്രോഫിറ്റും ഉണ്ടാക്കാൻ സാധിക്കും. അപ്പോൾ നമ്മുടെ മൈൻഡ് സെറ്റിലാണ് എല്ലാ കാര്യങ്ങളും ഉള്ളത്. അപ്പോൾ ട്രേഡിങ്ങിൽ ഉള്ള ഡിസിപ്ലിൻ സെക്കൻഡ് വൺ. അപ്പോൾ നമുക്ക് മൈൻഡ് സെറ്റ് ഒന്ന് ഉണ്ടാവണം. അതിനനുസരിച്ച് ട്രേഡിങ്ങിൽ നമ്മൾ എന്താണോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ ഒന്നിൽ തന്നെ സ്റ്റിക്ക് ചെയ്ത് നിൽക്കുക. അപ്പോൾ അങ്ങനെയുള്ളവർക്കാണ് ട്രേഡിങ്ങിൽ സക്സസ് ആവാൻ പറ്റുള്ളൂ എന്നാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസ്. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഇപ്പോൾ 3-4 ഇയേഴ്സായിട്ട് ഞാനത് എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരുപാട് എക്സ്പീരിയൻസിലൂടെയാണ് എനിക്കും ആ ഒരു കാര്യത്തിലേക്ക് എത്താൻ പറ്റിയത്. അപ്പോൾ നമ്മൾ എപ്പോഴും നമ്മുടെ ഒരു പ്ലാൻ, നമ്മുടെ ട്രേഡിങ്ങിൽ എന്താണോ നമ്മൾ ഉദ്ദേശിക്കുന്നത് ആ ഒരു പ്ലാൻ കറക്റ്റ് എക്സിക്യൂട്ട് ചെയ്യാൻ നോക്കുക. അത് മാത്രമായിരിക്കും എക്സിക്യൂട്ട് ചെയ്യേണ്ടത്. അനാവശ്യമായിട്ടുള്ള ട്രേഡുകൾ ഒഴിവാക്കുക. അപ്പോൾ നമുക്ക് ഓപ്പർച്യൂണിറ്റി എവിടെയാണ് വരുന്നത്, നമ്മുടെ ചാർട്ട് എന്താണോ കാണിച്ചു തരുന്നത് അതിനനുസരിച്ച് നമുക്ക് ട്രേഡ് ചെയ്യുക. അതിനനുസരിച്ച് മാത്രം ട്രേഡ് ചെയ്യുക. ഇപ്പോൾ ഒരു ദിവസം 5-10 ട്രേഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഒറ്റ ട്രേഡിൽ തന്നെ നമുക്ക് വേണ്ടതിലും അധികം പ്രോഫിറ്റ് ഉണ്ടാക്കാൻ സാധിക്കും. അപ്പോൾ എപ്പോഴും നമ്മുടെ ട്രേഡിംഗ് പ്ലാനിൽ, നമ്മുടെ ട്രേഡിംഗ് ഡിസിപ്ലിനിൽ സ്റ്റിക്ക് ചെയ്ത് നിൽക്കുക.